ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന രീതിയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് എന്ന വാക്കും പ്രസൻറ്റ് എന്നുള്ള വാക്കും ഉൾക്കൊള്ളുന്ന ഒരു ടെൻസാണത്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കപ്പെട്ടത്, ഫിനിഷ്ഡ് എന്നാണ് അർത്ഥം. വർത്തമാനകാലത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു ടെൻസ് ഇല്ല എന്നർത്ഥം. വർത്തമാനകാലത്തിൽ പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലത്തിലേക്ക് പോയില്ലേ, കഴിഞ്ഞു പോയ കാലത്തിലേക്ക് പോയില്ലേ, ഇറ്റ് ഗോസ് ടു ദ പാസ്റ്റ് ടെൻസ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു ടെൻസ് ഇംഗ്ലീഷിലുണ്ട്. അതായത് വർത്തമാനകാലത്തിൽ പൂർത്തിയാക്കപ്പെട്ടെന്നാൽ തൊട്ടു മുമ്പ് അവസാനിച്ച ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തീർത്തു, അതിൻ്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു മാങ്ങ കഴിച്ചു എന്നാണ് പറയുന്നത്. ഞാനൊരു മാങ്ങ കഴിച്ചു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതൊരു പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ മാങ്ങ കഴിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം ഇപ്പോഴും, അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ടെങ്കിലും അതുപോലെ അതിൻ്റെ എല്ലാ ഫലവും ഇപ്പോൾ ഒരു അണ്ടി എൻ്റെ കൈകളിൽ ഇങ്ങനെ നിൽക്കുന്നു പറയുകയാണെങ്കിൽ ഐ ഹാവ് ഈറ്റൻ എ മാംഗോ എന്നാണ് പറയാം. കാരണം ഞാനിപ്പോൾ ഒരു മാങ്ങ കഴിച്ചതേയുള്ളൂ, ഞാനിപ്പോൾ എഴുതിയതേയുള്ളൂ എന്ന് പറയുന്നത് പോലെ, ഞാനിപ്പോൾ വായിച്ചതേയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിൻ്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഹാസും ഹാവുമാണ്. നേരത്തെ ടെൻസിൽ നമ്മൾ ഈസ്, ആം, ആർ ഉപയോഗിച്ചതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് അഥവാ ഓക്സിലറി വെർബ് ഹാസും ഹാവുമാണ്. ഐ, യു, ദേ, വി പ്ലസ് പ്ലൂറൽ ഹാവ്, ഹി, ഷീ, ഇറ്റ് പ്ലസ് സിംഗുലർ ഹാസുമാണ്. ഹാസുമാണ്. ഈ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബിന്റെ ഫോം മൂന്നാമത്തേതാണ്. അതായത് തേർഡ് ഫോം ഓഫ് ദ വേർബ് V3 ആണ്. V3 എന്ന് പറഞ്ഞാൽ എല്ലാ ടെൻസിലും നമുക്കറിയാം 3 ഫോം ഉണ്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. മൂന്നാമത്തെ ഫോം റിട്ടൺ ആണ്. ING ഫോമും ഡസ് ഫോമും വേറെ ഉണ്ട്. എന്നാലും നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് 3 ഫോമാണ് വേർബിന്. 3 ഫോമാണ് വേർബിന്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് V3 ഫോമാണ്. വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ഈ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നതും പാസീവ് വോയിസ് എന്ന് പറയുന്നത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നാണ് പറയുന്നത്. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പം ഉദാഹരണമായിട്ട് I have taken a book. ഇവിടെ ടേക്കൺ എന്നുള്ളത് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പം I have taken a book means ഞാനൊരു ബുക്ക് എടുത്തതേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് മുമ്പ് ഒരു ബുക്ക് എടുത്തതേ ഉള്ളൂ, കഴിഞ്ഞു പോയതല്ല, ഇപ്പോഴും അതിന്റെ ഫലം എൻ്റെ കയ്യിലുണ്ട്. ഐ ഹാവ് ടേക്കൺ എ ബുക്ക്. ഇവിടെ സബ്ജക്റ്റ് ഐ എന്നും ഹാവ് ടേക്കൺ എന്നുള്ളത് വേർബാണ്, എ ബുക്ക് എന്നുള്ളത് ഓബ്ജക്റ്റുമാണ്. അപ്പം ഈ സെന്റൻസ് നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ SVO പാറ്റേണിലാണുള്ളത്. അതായത് സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്, ഈ പാറ്റേണിലാണ് ഈ സെന്റൻസ് ഉള്ളത്. ഈ സെന്റൻസ് ഐ ഹാവ് ടേക്കൺ എ ബുക്ക്, ഞാനൊരു ബുക്ക് എടുത്തതേ ഉള്ളൂ. ഒരു ബുക്ക് എന്നാൽ എടുക്കപ്പെട്ടതേ ഉള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയണം. മലയാളത്തിൽ നമുക്കൊരു
അങ്ങനെ വളഞ്ഞ വഴിയെന്ന് തോന്നുന്നെങ്കിലും ഇംഗ്ലീഷിൽ അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഓർ അത് സാധാരണമായിട്ട് കോമൺലി യൂസ്ഡ് ആണ്. സോ സി ദാറ്റ് എ ബുക്ക് സ്വാഭാവികമായിട്ടും ഹാവ് എന്നുള്ളത് ഒരു ഐയുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ എ ബുക്ക് ആകുമ്പോൾ ഹാസ്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഹാസും ഹാവും ഹാവ് ബീനും ഹാസ് ബീൻ ആവുന്നു. ഹാസ് ബീൻ ടേക്കൺ ബൈ, ഐ എന്നുള്ളത് നമ്മൾ മീ എന്നാണ് ഉപയോഗിക്കുക. ബൈ മീ. എ ബുക്ക് ഹാസ് ബീൻ ടേക്കൺ ബൈ മീ. ഒരു ബുക്ക് എന്നാൽ എടുക്കപ്പെട്ടതേയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പാസീവ് മാറ്റി ചെയ്ത് പഠിക്കണം. ഇനിയും ഉദാഹരണങ്ങൾ പറയാം. She has arranged a playground. She has arranged a playground എന്നാണ് പറയുന്നത്. She has arranged a playground എന്ന് പറയുമ്പോൾ അപ്പം ഇവിടെ നമ്മൾ നോക്കുക, അറേഞ്ച് എന്നുള്ള വെർബിനോട് നമ്മൾ ചോദിക്കുക എന്തിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ എ പ്ലേഗ്രൗണ്ട് എന്ന് ഉത്തരം കിട്ടും. അതാണ് ഓബ്ജക്റ്റ്. ആര് അറേഞ്ച് ചെയ്തു? ഷീ. അപ്പം ഇത് വേർബും ഇത് സബ്ജക്റ്റുമാണ്. SVO പാറ്റേണിലാണ് ഈ സെന്റൻസ് ഉള്ളത്. ഇത് OVS പാറ്റേണിൽ മാറ്റുമ്പോൾ എ പ്ലേഗ്രൗണ്ട് has been arranged by her എന്ന് ഉത്തരം കിട്ടും. എ പ്ലേഗ്രൗണ്ട് ഹാസ് ബീൻ അറേഞ്ച്ഡ് ബൈ ഹെർ എന്നാണ് നമ്മൾക്ക് ഉത്തരം കിട്ടുക. ഇനി നമ്മൾ ഇത് പ്ലൂറൽ ആണെങ്കിലോ ഷി ഹാസ് അറേഞ്ച്ഡ് 2 playgrounds എന്നാണെങ്കിൽ 2 playgrounds എന്നാണെങ്കിൽ ഇവിടെ 2 playgrounds ഹാസിന് പകരം നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. ഹാവ് ബീൻ അറേഞ്ച്ഡ് ബൈ ഹെർ എന്ന് വരുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ ഓബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കുന്നു. ഓബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഇത് എല്ലാ ഈ ടെൻസിൽ, അതായത് ഏത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും ഇത് പ്രയോഗത്തിൽ വരുത്തേണ്ടതാണ്. ഓബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഹെൽപ്പിംഗ് വേർബില് ഓക്സിലറി വേർബില് മാറ്റം വരുത്തണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനിയും ഉദാഹരണങ്ങൾ പറയാം. ഈ സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം വേർഡ് ഓൾറെഡി എന്നോ ജസ്റ്റ് ബിഫോർ എ മിനിറ്റ് എന്നോ ഒക്കെയാണ് പറയുന്നത്. ജസ്റ്റ് ബിഫോർ എ വൈൽ ഓർ ജസ്റ്റ് നൗ എന്നൊക്കെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ അങ്ങനെ ടൈം വേർഡിന് നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഇതിന്റെ സെന്റൻസിന്റെ ഘടനയ്ക്കാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു ഹാസ് മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. മഞ്ജു ഹാസ് മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. മഞ്ജു എന്നുള്ളത് സബ്ജക്റ്റും ഹാസ് മെയ്ഡ് എന്നുള്ളത് വേർബും എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞത് ഓബ്ജക്റ്റുമാണ്. മഞ്ജു തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഒരു അല്പം മുമ്പ് ഒരു കപ്പ് ചായ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഒരു കപ്പ് ചായ മഞ്ജുവിനാൽ തൊട്ടു മുമ്പ് ഉണ്ടാക്കപ്പെട്ടതേയുള്ളൂ എന്നാക്കി നമ്മൾ OVS പാറ്റേണിലേക്ക് മാറ്റണം. അപ്പം SVO പാറ്റേണിലുള്ള ഒരു സെന്റൻസ് OVS പാറ്റേണിലേക്ക് മാറ്റുമ്പോൾ ഹാസ് എന്നുള്ളത് ഹാസ് ബീൻ ആവും. മറ്റൊന്നുമില്ല, എ കപ്പ് ഓഫ് ടീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് എ കപ്പ് ഓഫ് ടീ has been made by മഞ്ജു എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഹാസ് ബീൻ മെയ്ഡ് ബൈ മഞ്ജു എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ടെൻസിൽ പഠിക്കുന്നത്. ഇനി 2 cup of tea അങ്ങനെ നമ്മൾ പറയാറില്ല, എന്നാലും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? She has given 2 gold medals. She has given 2 gold medals. ഇത് പ്ലൂറൽ ആണ്, ഓബ്ജക്റ്റ് പ്ലൂറൽ ആണ്. ഇവിടെ ഗിവൺ എന്നുള്ളത് ഹാസ് ഗിവൺ എന്നുള്ളത് വെർബും ഷീ എന്നുള്ളത് സബ്ജക്റ്റുമാണ്. അപ്പോൾ നമ്മൾ OVS പാറ്റേണിലേക്ക് മാറ്റുമ്പോൾ 2 gold medals ഹാസ് ഗിവൺ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്ലൂറൽ ആകുമ്പോൾ ഹാവ് ബീൻ ഗിവൺ ബൈ ഏജന്റ് വേണമെന്നില്ല, എന്നാലും ഗിവൺ ബൈ ഹെർ
ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ടെൻസിൽ പഠിക്കാൻ പോകുന്നു. ഈ ടെൻസിലും നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും മാറ്റേണ്ട അവസരം വരികയാണെങ്കിൽ ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ആ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ല, സ്വാഭാവികമായിട്ടും ഉയർന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ രണ്ടും ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറയാം, TV has given news to us. We can see two objects are here. One is news and another one us. അപ്പോൾ given എന്നുള്ള വാക്ക് ആരിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ന്യൂസ് എന്നാണ്. ഇതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. us എന്നുള്ള ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ടു us എന്ന് പറയുമ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പം ഡയറക്റ്റ് ഒബ്ജക്റ്റോ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റോ നമുക്ക് മാറ്റാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി, അതായത് സ്വാഭാവികമായിട്ട് രണ്ടും ശരിയാണെങ്കിലും ഉയർന്ന നിലവാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റി പഠിക്കണം. അപ്പം ഇവിടെ us എന്നുള്ളത് we ആണ്. We have been given the news by TV. We have been given the news by TV എന്ന് നമ്മൾക്ക് ഉത്തരം കിട്ടും. ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റിയത്. ഇനി ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാറ്റുമ്പോൾ ന്യൂസ് എന്നുള്ളത് സിംഗുലർ ആണ്. ന്യൂസ് ഹാസ് ബീൻ given to us by TV. ബൈ എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാതിരിക്കാം. അതിനല്ല പ്രാധാന്യം. ഏജന്റിന് പ്രാധാന്യം ഇല്ല എന്നർത്ഥം. എല്ലാ ടെൻസിലും നമ്മൾ ഈ എല്ലാ ഇതിലും ഏജന്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. പ്രാധാന്യം കൊടുക്കാറാണ് എല്ലാവരും ന്യൂസ് എന്നുള്ള ബൈ എന്നാണ്. എനിമി ബോംബാർഡഡ്, എനിമിയാണ് നമ്മുടെ ശത്രുക്കളാണ് നമ്മളെ കൊല്ലുന്നത്. സോ എനിമി കിൽഡ്, എനിമി കിൽഡ് അസ് എന്ന് പറയുമ്പോൾ വി ആർ കിൽഡ് ബൈ എനിമീസ് എന്ന് പറയുന്നില്ല. കാരണം എനിമീസ് എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ബൈ TV എന്നുള്ളത് ബൈ ഏജന്റ് ആയി വരുന്നത് അണ്ടർസ്റ്റുഡ് ആയ സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കണം എന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ടെൻസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് മാറ്റി പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. I have cut the vegetables. I have cut the vegetables. Cut എന്നുള്ളതിന്റെ ആദ്യത്തെ ഫോം കട്ട് എന്നതാണ്, രണ്ടാമത്തെ ഫോം കട്ട്, മൂന്നും കട്ട് തന്നെയാണ്. കട്ട് കട്ട് കട്ട്. ഇംഗ്ലീഷിൽ ചില ടെൻസുകൾ അങ്ങനെയുണ്ട്. പുട്ട് പുട്ട് പുട്ട്, കട്ട് കട്ട് കട്ട്, ലെറ്റ് ലെറ്റ് ലെറ്റ്. അതുപോലെ കട്ട് എന്നുള്ളതിന് അപ്പം the vegetables പ്ലൂറലാണ്. പ്ലൂറൽ ആയതുകൊണ്ട് have been. വെജിറ്റബിൾ എന്നാണെങ്കിൽ ഹാസ് ബീനും, വെജിറ്റബിൾ ഹാവ് ബീൻ കട്ട്, മൂന്നാമത്തെ രൂപം കട്ട് തന്നെയാണ്. ബൈ മീ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ടത്. ഐ അല്ലെങ്കിൽ മറ്റുള്ള ഐ യു ദേ വി പ്ലസ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ആണ്. ഹി ഷീ ഇറ്റ് പ്ലസ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ആണ്. പ്ലസ് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മൂന്നാമത്തെ വേർബിന്റെ മൂന്നാമത്തെ ഫോം ബൈ പ്ലസ് ബൈ ഏജന്റ് എന്നാണ് ഉപയോഗിക്കുക. ബൈ ഏജന്റ് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. I have cut the vegetables. I have cut the vegetables. കട്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ ഫോം കട്ട് എന്നതാണ്, രണ്ടാമത്തെ ഫോം കട്ട്, മൂന്നും കട്ട് തന്നെയാണ്. കട്ട് കട്ട് കട്ട്. ഇംഗ്ലീഷിൽ ചില ടെൻസുകൾ അങ്ങനെയുണ്ട്. പുട്ട് പുട്ട് പുട്ട്, കട്ട് കട്ട് കട്ട്, ലെറ്റ് ലെറ്റ് ലെറ്റ്. അതുപോലെ കട്ട് എന്നുള്ളതിന് അപ്പം the vegetables പ്ലൂറലാണ്. പ്ലൂറൽ ആയതുകൊണ്ട് have been. വെജിറ്റബിൾ എന്നാണെങ്കിൽ ഹാസ് ബീനും, വെജിറ്റബിൾ ഹാവ് ബീൻ കട്ട്, മൂന്നാമത്തെ രൂപം കട്ട് തന്നെയാണ്. ബൈ മീ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ
പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ചെയ്യേണ്ടത്. ഐ അല്ലെങ്കിൽ മറ്റുള്ള ഐ യു ദേ വി പ്ലസ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ആണ്. ഹി ഷീ ഇറ്റ് പ്ലസ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ആണ്. പ്ലസ് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മൂന്നാമത്തെ വേർബിന്റെ മൂന്നാമത്തെ ഫോം ബൈ പ്ലസ് ബൈ ഏജന്റ് എന്നാണ് ഉപയോഗിക്കുക. ബൈ ഏജന്റ് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹാവ് എ ഫ്രണ്ട് എന്നാണ്. ഇറ്റ് ഹാസ് എ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഇറ്റ് ഡസൻ ഹാവ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഡസ് ഇറ്റ് ഹാവ് എ ഫ്രണ്ട് ചോദ്യമാണ്. സോ ഷാൾ ഐ റൈറ്റ്? ഇതിൻ്റെ ഉത്തരം ഒരുപക്ഷെ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നും കിട്ടും. ഡസ് ഷി ഹാവ് എ ഫ്രണ്ട്? നോ, ഷി ഡസൻ ഹാവ് എ ഫ്രണ്ട്. Does she have a friend? Yes, she has a friend. അതുപോലെ did she have a friend? അവൾക്ക് ചോദ്യമാണ്. അവൾക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നോ? ആൻസർ വിൽ ബി യെസ്, ഷീ ഹാഡ് എ ഫ്രണ്ട്. ഡിഡ് ഷീ ഹാവ് എ ഫ്രണ്ട്? യെസ്, ഷീ ഹാഡ് എ ഫ്രണ്ട്. Sometimes the answer will be negative. No, she didn't have a friend. She didn't have a friend. ഭാവിയിലേക്ക് will she have a friend? No. Sometimes the answer no, she will not have a friend. And answer must be negative, positive sometimes. And yes, she will have a friend. അവൾക്ക് ഒരു സുഹൃത്ത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ. ഇൻസ്റ്റെഡ് ഓഫ് ഹി ഓർ ഷീ വി ക്യാൻ യൂസ് ഇറ്റ്. ഇറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജീവിയെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെക്കുറിച്ച് ഇറ്റ് എന്ന് പറയാറില്ല. യെസ്, ഡസ് ഇറ്റ് ഹാവ് വിങ്സ്? അതിന് ചിറകുകളുണ്ടോ? Answer will be yes, it has wings. അതിന് ചിറകുകൾ ഉണ്ടായിരുന്നോ എന്ന് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡിഡ് ഇറ്റ് ഹാവ് വിങ്സ്? ഡിഡ് ഇറ്റ് ഹാവ് വിങ്സ്? അതിന് ഉണ്ടായിരുന്നോ? യെസ്. അടുത്തത് will it have wings? അതിന് ചിറകുകൾ ഉണ്ടാകുമോ? അതിന് ചിറകുകൾ ഉണ്ടാകുമോ? will it have friends? അതിന് സുഹൃത്തുക്കൾ ഉണ്ടാകുമോ എന്നൊക്കെ പറയുന്ന പോലെ will it have enough money or will it have shelter? ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ it ഉപയോഗിച്ച് നമ്മൾ പറയും will it have wings? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നോ ഉണ്ടാവുമെന്നോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനുള്ള ഒരു പൊസസീവ്നെസ് നമ്മൾ പഠിക്കുകയാണ്. ഈ പൊസസീവ് വേർബ് വെച്ചിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഡസ് എന്നുള്ളത് അല്ലെങ്കിൽ ഹാവ് എന്നുള്ളത് ഹാസ് എന്നുള്ളത് രണ്ട് തരത്തിലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഓക്സിലറി വേർബ് ഓർ ഹെൽപ്പിംഗ് വേർബായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഫുൾ വേർബിനെ കാണിക്കാൻ ഒരു പൊസസീവ് വേർബായിട്ടും നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുന്നു. അപ്പം
ഐ ഹാവ് റീച്ച്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എത്തിച്ചേർന്നു എന്നാണ്. ഐ ഹാവ് റീച്ച്ഡ് ഹിയർ ജസ്റ്റ് എ മിനിറ്റ് ബിഫോർ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ തൊട്ട് മുമ്പ് അവസാനിച്ചതാണ്. അപ്പോൾ അത് അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഹാവ് എ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാവ് ഉപയോഗിക്കുന്നു. ഈ ഹാവ് ഉപയോഗിച്ചത് രണ്ടാമത്തെ സെൻറ്റൻസിൽ പൊസസീവ് വേർബായിട്ടും ആദ്യത്തെ സെൻറ്റൻസിൽ അതൊരു ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിച്ചാണ്. ഹാസും അങ്ങനെ തന്നെയാണ്. ഷീ ഹാസ് റീച്ച്ഡ് ഹിയർ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീ ഹാസ് എ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ പൊസസീവ് വേർബായിട്ടാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഹാസും ഹാവും ഹാഡും he had reached here, he had got an idea. This type of things can be described as this had is used as only auxiliary verb or helping verb. അടുത്ത സെൻറ്റൻസിൽ നമ്മളിപ്പോൾ she had a house, she had a friend, she had a brother എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ had അവിടെ ഒരു പൊസസീവ് വേർബാണ്, അതായത് ഫുൾ വേർബായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ കർത്തരി പ്രയോഗമൊന്നും കർമ്മണി പ്രയോഗമൊന്നും കേട്ടിട്ടുണ്ട്. കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ കർത്തരി പ്രയോഗത്തിലൂടെ പറയുന്നത്. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കർമ്മണി പ്രയോഗമാണ്. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്നൊരു വാചകമുണ്ട്, രാമൻ രാവണനെ കൊന്നു. രാമൻ രാവണനെ കൊന്നു, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഈ രണ്ട് വാചകങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസങ്ങളില്ല. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കും. In the first sentence, we are giving importance for subject. Shall I write? Active and passive. Active എന്ന വാക്കിനർത്ഥം he is active നമ്മൾ പറയാറുണ്ട്. She is very active. അപ്പം അതാണ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ സാമാന്യ അർത്ഥത്തിലല്ല, പാസീവ്. She is very passive and he is also passive. സോ അങ്ങനെ പറയുന്ന ഒരു പാസീവ് നമ്മൾ മറിച്ച് ഇംഗ്ലീഷിൽ അതിന് when we are giving importance for the subject, that sentence includes in active voice, and if the and we are giving importance for the object, that sentence includes in passive voice ആണ്. അതായത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാചകങ്ങളെ നമ്മൾ കർത്തരി പ്രയോഗവും ആക്റ്റീവ് വോയിസ് എന്നും പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ അത് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാചകങ്ങളാണ്. കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും. In English, we can get the full importance or significance in the case of passive voice, but Malayalam is not. We are not using active voice or passive voice in Malayalam. നമ്മൾ സാധാരണഗതിയിൽ ഇറ്റ് ഹാസ് ബീൻ റിട്ടേൺ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, അത് എഴുതപ്പെട്ടതാണ് എന്നുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ വരും. അപ്പം ഇത് ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടി പാസീവ് വോയിസ് നന്നായിട്ട് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പാസീവ് വോയിസ് അത്രത്തോളം ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾക്കാണ് നമ്മൾ മലയാളത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. എന്നാലും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പാസീവ് വോയിസിലാണെന്ന് കാണാം. സോ ആക്റ്റീവ് വോയിസ്, ഉദാഹരണമായിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ വയ്ക്കുന്നു. He writes a novel. He writes a novel. See that. He എന്നുള്ളത് സബ്ജക്റ്റും റൈറ്റ് എന്നുള്ളത് വേർബും എ നോവൽ എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്.